ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു എൻ്റെ ഒരു 2 ഡേയ്സ് ഇൻ മൈ ലൈഫ് ആണ് കാണിക്കുന്നത്. ഞാൻ ഈ ക്രിസ്മസിന് തൊട്ട് മുന്നേ തൃശ്ശൂർ വരെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഷോർട്സ് ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അപ്പം ഞാനിപ്പം ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ കൊല്ലത്ത് നീണ്ടകര അവിടെ വെച്ചിട്ടാണ്. കാരണം കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലത്തിന് എൻ്റെ ലൈഫിന് ഒരുപാട് പ്രത്യേകതകൾ മീൻസ് എൻ്റെ ലൈഫുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു സ്ഥലമാണ്. ഞാനൊരു 2017-18 സമയത്ത് ഞാൻ അവിടെ ആ ഒരു സമയത്ത് ഞാൻ കൊല്ലത്തുണ്ടായിരുന്നു. അപ്പം എനിക്ക് എൻ്റെ ഹോം ടൗൺ ആയിട്ടുള്ള പത്തനംതിട്ട കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കൊല്ലം. അപ്പോൾ ഞാൻ കൊല്ലത്ത് ലാസ്റ്റിൽ പോകുന്ന 2020 ഫെബ്രുവരിയിലാണ്. അതിനുശേഷം ഞാൻ പോയിട്ടേ ഇല്ല. എനിക്ക് ഇടയ്ക്ക് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതിനുള്ളൊരു അവസരം വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഈ വ്ലോഗ് പോലും എടുക്കുമെന്ന് വിചാരിച്ചതേ അല്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വീഡിയോ എടുത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നീണ്ടകര എത്തിയപ്പോൾ എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സ്ഥലം ഞാൻ ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ തുടങ്ങി. പിന്നെ ഷോർട്സ് എടുക്കാം അങ്ങനെയൊക്കെ പോയാണ് ഇപ്പം ഈ ഒരു 2 ദിവസത്തെ ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തത് പോലും. അപ്പോൾ ആക്ച്വലി ഞാൻ നീണ്ടകര എത്തിയപ്പം നീണ്ടകര പാലം അങ്ങോട്ട് കയറുകയും KSRTC ബസ്സിലാണ് പോയത്. ബസ്സിൻ്റെ ടയർ അങ്ങ് പൊട്ടി. പിന്നെ അവിടെ നിന്ന് അടുത്ത ബസ്സിനാണ് പിന്നെ സ്റ്റാൻഡ് വരെ പോയത്. അപ്പം എന്നെ വെയിറ്റ് ചെയ്ത് എൻ്റെ കുഞ്ഞമ്മയും ചിറ്റപ്പനും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടായിരുന്നു ബാക്കി ട്രാവലിംഗ് മൊത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൊല്ലത്ത് ചെന്നപ്പോൾ ഞാൻ ആദ്യം എടുത്തേക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് നീണ്ടകര പാലത്തിൻ്റെ ആയിരുന്നു. അതിനുശേഷം കണ്ട ക്ലിപ്പിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളങ്കാടകം അമ്പലത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ആ മുളങ്കാടകം അമ്പലത്തിൻ്റെ അടുത്തൊരു ഹോസ്റ്റലിലായിരുന്നു ഞാൻ അന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു അമ്പലമായിരുന്നു മുളങ്കാടകത്തെ അമ്പലം. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത ആനന്ദവല്ലീശ്വരം ക്ഷേത്രം അവിടെയും പോകുമായിരുന്നു. അങ്ങനെ കുറേ ഞങ്ങളുടെ അമ്പലങ്ങളിൽ മാത്രമല്ല അവിടെ അടുത്തുള്ള പള്ളികളിലും ഒക്കെ പോകുമായിരുന്നു. അങ്ങനെ കുറേ നല്ല നല്ല മെമ്മറീസ് ഉള്ള സ്ഥലമാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 1:35 ആയപ്പം ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി. പിന്നെ അങ്ങോട്ട് പിന്നെ നമുക്ക് ആ ട്രാവലിംഗ് കുറച്ചും കൂടെ ഈസി ആണല്ലോ. മറ്റേ ബസ്സിൽ പോകുന്നതിൻ്റെ അത്ര ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത് എല്ലാവർക്കും അങ്ങനെ ആണോയെന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. പിന്നെ വൈകിട്ടൊരു 6:30 നമ്മൾ തൃശ്ശൂരെത്തി. ആ സമയമായപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇരുട്ടി. കാരണം ഇപ്പം നേരത്തെ ഇരുട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തൃശ്ശൂരെത്തി. സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് പോയാൽ മതിയായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്യുന്ന അപ്പാർട്ട്മെൻറ്റിലോട്ട്. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഒരു ഓട്ടോയിലാണ് പോകുന്നത്. ഓട്ടോ പിടിക്കാൻ പോകുമ്പോഴൊക്കെയും തന്നെ ഭയങ്കര റഷാണ്. കാരണം ഓൾറെഡി ഇപ്പം ശബരിമല സീസണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫുൾ സ്റ്റേഷനും എല്ലായിടത്തും അയ്യപ്പന്മാരും അങ്ങനെ ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഒരു ഓട്ടോയൊക്കെ പിടിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഞാനിത് വ്ലോഗിങ് എന്നൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ച കാര്യമേ അല്ല. പക്ഷേ എന്തോ എനിക്ക് ആ ഒരു വീഡിയോസ് മൊത്തം എടുക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ് സത്യം. പിന്നെ എന്താണ്, ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് പബ്ലിക്കായിട്ട് പോയിട്ട് വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര ചമ്മലുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെ അന്നത്തെ ആ ഒരു ദിവസം കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേയിൽ രാവിലെ ഒരു 5 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എഴുന്നേറ്റ് കഴിഞ്ഞ് നമ്മൾ രാവിലെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചായിരുന്നേ. ഇതൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിലുള്ള കാര്യങ്ങളല്ല. ഞാനിതൊന്നും വിചാരിച്ചിട്ട് കൂടിയല്ല തൃശ്ശൂരോട്ട് പോയത്. എനിക്കൊരു റിലീഫ് അല്ലെങ്കിൽ എനിക്കൊരു ചേഞ്ച് വേണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഈ ഒരു ജേർണി ഞാൻ ബേസിക്കലി എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോകുന്നു എന്നുള്ളൊരു പ്ലാനൊന്നും ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. എന്തായാലും പോകാനായിട്ട് പറ്റി. ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ കൂട്ടത്തിലാണ് പോകുന്നത്. അപ്പം ഇവിടുന്ന് കൊല്ലത്തുനിന്ന് തൃശ്ശൂരിൽ നിന്ന് തിരിച്ച് ഞാൻ പുനലൂരോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ അത്യാവശ്യം ഡ്രസ്സ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഇടാനൊരു ചുരിദാറുണ്ടായിരുന്നു. അങ്ങനെ തികച്ചും അൺഎക്സ്പെക്റ്റഡായിട്ട് എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ അമ്പലത്തിൽ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പബ്ലിക്കിൻ്റെ മുന്നിൽ വെച്ച് വീഡിയോ എടുക്കാനൊക്കെ കുറച്ച് ചമ്മലുള്ള കൂട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് പരിമിതമായിട്ടുള്ള രീതിയിലെ വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല എനിക്ക് വേറെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഞാൻ അങ്ങനത്തെ ഒരു ഇതൊന്നും ചോദിക്കാറില്ല ആരോടും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു നമുക്ക് വേറൊരാളെ ബുദ്ധിമുട്ടിക്കുന്നത് അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലെത്തി. അപ്പം
പിന്നെ ഞാൻ അന്നേരം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ കാപ്പിപ്പൊടിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കോഫിയൊക്കെ ഇട്ടു. ഞാനൊന്നും എൻ്റെ ഒന്നും ഫാനല്ല, പക്ഷേ ഞാൻ കുറച്ച് ടയേർഡായിരുന്നു. കാരണം കഴിഞ്ഞ ആ ഒരു ട്രിപ്പ് പോകുന്നതിൻ്റെ അതിൻ്റെ തലേ ദിവസങ്ങൾ ആണെങ്കിലും അത്യാവശ്യം കുറേ അലച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ആ ഒരു വീക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തത്തിൽ ടയേർഡായിരുന്നു. അപ്പം ഭയങ്കര ക്ഷീണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവൂമിൽ നിന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് എടുത്തിട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ക്ഷീണം ഒരു ദിവസത്തിൽ കൂടുതൽ എനിക്ക് കാണും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു കപ്പിൻ്റെ പകുതി എങ്ങാണ്ട് കോഫി കുടിച്ചു. എനിക്ക് ബേസിക്കലി ഞാൻ ഇതിൻ്റെ ഒന്നും ഫാൻ അല്ലാത്തത് കൊണ്ട് എനിക്ക് ഒത്തിരി കുടിക്കാനും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്തപ്പോൾ അതങ്ങനെ കുടിച്ചു. അങ്ങനെ ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആകട്ടോ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഇതേമാതിരിയൊക്കെയുള്ള വീഡിയോസൊക്കെ എടുത്തിടുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതുപോലും അല്ല. ഞാൻ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് എനിക്ക് പോകണമെന്ന് തോന്നിയൊരു ട്രിപ്പായിരുന്നു. അങ്ങനെ പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൊല്ലത്ത് വെച്ച് വീഡിയോ എടുക്കാൻ തോന്നിയതുകൊണ്ട് മാത്രം എടുത്തൊരു വ്ലോഗാണ്. അങ്ങനെ അന്നത്തെ ദിവസം ഈ സെക്കൻഡ് ഡേയിൽ നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് നമുക്ക് എൻ്റെ സിസ്റ്ററിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അവളുടെ കോളേജിൽ പോകുമായിരുന്നു ക്രിസ്മസിന് വേണ്ടി, വീട്ടിൽ വിളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ കോളേജിൽ പഠിക്കാൻ പോയതിന് ശേഷം ഫസ്റ്റ് വെക്കേഷനാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് തവണ വീട്ടിൽ വരുവാണ്. അപ്പം അന്ന് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്തും പിന്നെ അവൾ വീട്ടിൽ വന്നിട്ടില്ല. അങ്ങനെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് അത്രയും എക്സൈറ്റഡ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ട്രിപ്പ് പോകുന്നത് തന്നെ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ജേർണി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്നെ ഫിസിക്കലി ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് നമ്മുടെ ചെക്കൗട്ടിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതിനുശേഷം നമ്മൾ ഇടയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ലഞ്ച് കഴിച്ചു. ലഞ്ച് ബീഫ് ബിരിയാണി ആയിരുന്നു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലഞ്ച് കഴിച്ചതിന് ശേഷം നമ്മളവിടെ കോളേജിൽ പോയിട്ട് ഇതാണ് എൻ്റെ കസിൻ. അപ്പോൾ അവളെ നമ്മൾ പിന്നെ തിരിച്ചുള്ള ജേർണി ഒന്നും ഞാൻ അങ്ങനെ ഷൂട്ടൊന്നും ചെയ്തില്ല, കാരണം ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് ടൈമായിരുന്നു.